ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ SQLൻ്റെ ഡാറ്റ ടൈപ്സും അതുപോലെ തന്നെ കുറച്ച് കൺസ്ട്രെയിൻസും ഒക്കെയാണ് പഠിച്ചിരുന്നത് അല്ലേ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് കമാൻഡ്സ് ആണ്. അതായത് SQLൽ നമുക്ക് എങ്ങനെ ഡാറ്റാസ് റിട്രീവ് ചെയ്യാമെന്നും അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് MySQLൽ യൂസ് ചെയ്യാമെന്നും എല്ലാം ഒക്കെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ അതിനായിട്ട് നമ്മൾ ടെർമിനൽ ഓപ്പൺ ചെയ്തു, റൂട്ട് പെർമിഷൻ കൊടുത്തു. അതിനുശേഷം MySQL -u സ്പേസ് യൂസർ നെയിം റൂട്ട് എന്ന് കൊടുക്കുക, -p കൊടുത്ത് പാസ്വേഡ് അടിക്കുക. അപ്പോൾ ഇങ്ങനെ MySQL ഓപ്പണായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടെക്കി ANR എന്ന് പറഞ്ഞിട്ടാണ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ഡാറ്റാബേസ് SQLൽ ഇതുവരെ നമ്മുടെ സിസ്റ്റത്തിൽ ഓൾറെഡി ഉള്ള ഡാറ്റാബേസ് കാണാൻ വേണ്ടിയിട്ട് ഷോ ഡാറ്റാബേസസ് എന്ന കമാൻഡ് കൊടുക്കുക, സെമിക്കോളിനടുത്ത് എൻട്രി കൊടുക്കുക. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലാസ്റ്റിൽ കാണാൻ സാധിക്കും ടെക്കി ANR എന്ന് പറഞ്ഞ് ഞാൻ ഒരു ഡാറ്റാബേസ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ആ ഡാറ്റാബേസിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് യൂസ് എന്ന കമാൻഡ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ യൂസ് സ്പേസ് ടെക്കി ANR, അതിൻ്റെ ഒരു കുത്തും കോമയും കാര്യങ്ങളൊന്നും മാറിപ്പോകരുത്, എല്ലാം കറക്റ്റായിട്ട് ആ ഡാറ്റാബേസിൻ്റെ പേര് തന്നെ അടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനകത്തുനിന്ന് എന്ത് ചെയ്യാൻ പറ്റൂ, ആ ഡാറ്റാബേസിന് അകത്തേക്ക് നമുക്ക് കയറാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റാബേസിനകത്ത് എന്തൊക്കെ കണ്ടൻറ് ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ഷോ ടേബിൾസ് എന്ന കമാൻഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആ ഡാറ്റാബേസിനകത്തുള്ള ടേബിൾസ് ലിസ്റ്റ് ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, ഒരു റിയൽ വേൾഡ് എക്സാമ്പിളായിട്ട് ഞാനിവിടെ എംപ്ലോയി എന്നൊരു ടേബിളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു വർക്കിംഗ് കാണിക്കാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോസ് എന്നൊരു ടേബിളും ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ആദ്യം നമുക്ക് ആ വീഡിയോസ് എന്ന ഒരു ടേബിളിലേക്ക് നോക്കാം. സോ ആ ഒരു ടേബിളിലുള്ള ഡാറ്റാസ് നമുക്ക് റിട്രീവ് ചെയ്യാനായിട്ട് നമുക്ക് സെലക്ട് എന്ന ഒരു കമാൻഡ് യൂസ് ചെയ്യാം. ഓക്കെ, സെലക്ട് സ്റ്റാർ എന്ന് കൊടുക്കുക. സ്റ്റാർ മീൻസ് ഓൾ ആണ്, അതായത് ആ ഒരു ടേബിളിലുള്ള കംപ്ലീറ്റ് ഡാറ്റാസ് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർ എന്നൊരു കമാൻഡ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം, എവിടെ നിന്ന്, ഫ്രം എന്ന് വെച്ചാൽ എവിടെ നിന്ന്, ആ ഒരു ഡെസ്റ്റിനേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ആ ടേബിളിൻ്റെ പേര് കൊടുക്കുക, സെമിക്കോളൻ കൊടുത്ത് എൻ്റർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടേബിളിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. സോ ഓക്കെ, അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട് 1 2 3 4 5 ആൻഡ് ടൈറ്റിൽ വ്യൂവേഴ്സ്. ഓക്കെ, അതായത് എൻ്റെ ചാനലിലുള്ള ഓരോ വീഡിയോസിനും എത്ര വ്യൂസ് കിട്ടിയിട്ടുള്ള ഒരു കണക്കാണ് അതിനകത്ത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു കമാൻഡ് നോക്കാം. അടുത്ത കമാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് കോളം നമുക്ക് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാനിപ്പോൾ ഈ ഒരു ടേബിളിലെ ടൈറ്റിൽ എന്ന ഒരു കോളം മാത്രമാണ്, അതായത് വീഡിയോസ് എന്ന ഒരു ടേബിളിൽ സീരിയൽ നമ്പർ, ടൈറ്റിൽ, അതുപോലെ തന്നെ വ്യൂവേഴ്സ് എന്ന് പറയുന്ന 3 കോളമുണ്ട്. സോ അതിനകത്ത് എനിക്ക് ടൈറ്റിൽ എന്ന കോളം മാത്രമാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സെലക്ട്, നമുക്ക് സ്റ്റാറിന് പകരം ആ കോളത്തിൻ്റെ പേര് മാത്രം ടൈപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം ഫ്രം വീഡിയോസ് ഡെസ്റ്റിനേഷൻ കൊടുക്കുക. അങ്ങനെ കൊടുത്ത് എൻ്റർ അടിക്കുമ്പം നിങ്ങൾക്കിത് ഇവിടെ കാണാൻ സാധിക്കും ടൈറ്റിൽ എന്ന് പറയുന്ന ആ ഒരു കോളം മാത്രമാണ് ഇവിടെ റിട്രീവ് ചെയ്ത് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്കിങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒരു ടേബിളിൽ ഏതെങ്കിലും ഒരു കോളം മാത്രമായിട്ട് നമുക്ക് റിട്രീവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അടുത്തൊരു കമാൻഡ് എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ടേബിളിനകത്തിൽ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് ഉണ്ടാകും അല്ലേ. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാസിൻ്റെ എല്ലാം ഒരു ഡ്യൂപ്ലിക്കേറ്റ് കാണും. അത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് കാണും, ചിലപ്പോൾ ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ട്. സോ അപ്പോൾ ഇങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇല്ലാതെ കറക്റ്റ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത ആ ഒരു ഡാറ്റാസ് മാത്രം റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന ഒരു കമാൻഡ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ നമുക്കിവിടെ ആ ഒരു കമാൻഡിൻ്റെ ഇത് വരുന്നതെന്ന് പറയുന്നത് സെലക്ട് ഡിസ്റ്റിങ്ക്റ്റ് ടൈറ്റിൽ ഫ്രം വീഡിയോസ്. ഓക്കെ, ഈ ഡിസ്റ്റിങ്ക്റ്റ് എന്ന കമാൻഡ് നമുക്ക് സെലക്റ്റിനും അതുപോലെ തന്നെ ഡെസ്റ്റിനേഷനും മുമ്പായിട്ട് കൊടുക്കുക. ഓക്കെ, സോ ഞാനിപ്പോൾ ടൈറ്റിൽ എന്ന ഒരു കോളത്തിൻ്റെ ഇതിലേക്കാണ് പോയിരിക്കുന്നത്. ടൈറ്റിൽ എന്ന കോളത്തിനകത്ത് നിന്നും എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ്സ് റിമൂവ് ചെയ്ത് ഒറിജിനൽ ഫയൽസ് മാത്രം കാണണം. സോ അങ്ങനെ വേണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ഡിസ്റ്റിങ്ക്റ്റ് ടൈറ്റിൽ. ഓക്കെ, ഇത്രയും കമാൻഡ് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തൊരു കമാൻഡ് ജസ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഒരു വിൻഡോ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് !! സ്പേസ് ക്ലിയർ എന്ന് ടൈപ്പ് ചെയ്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ ഒരു വിൻഡോ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. ഒരു ഫ്രഷ് ടെർമിനലാണ് വന്നിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള SQLൻ്റെ കമാൻഡ്സ് ആണ്. അതായത് എങ്ങനെ ഡാറ്റാബേസിൽ നിന്നും ഡാറ്റാസ് നമുക്ക് റിട്രീവ് ചെയ്യാവുന്ന കമാൻഡ്സ് ആണ് നമ്മൾ നോക്കിയിരുന്നത് അല്ലേ. സോ ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് കുറച്ച് കണ്ടീഷൻ ബേസ്ഡ് കമാൻഡ്സ് ആണ്. ഓക്കെ, അതായത് നമുക്ക് കുറച്ച് കണ്ടീഷൻ കൊടുക്കുന്നുണ്ടാവും, അതനുസരിച്ച് ഡാറ്റാബേസിൽ നിന്നും ഡാറ്റാസ് റിട്രീവ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ വീണ്ടും സെലക്ട് എന്ന കമാൻഡ് കൊടുക്കുന്നു. നമ്മൾ മുമ്പേ ചെയ്തതുപോലെ തന്നെ എന്താണ്, ആ ഒരു ടേബിളിനകത്തിൽ ടൈറ്റിൽ മാത്രമാണ് നമ്മൾ
എടുക്കുക. ഓക്കെ, സെലക്ട് ടൈറ്റിൽ ഫ്രം വീഡിയോസ്, ആ ടേബിളിൻ്റെ പേര് കൊടുക്കുന്നു. അതിനുശേഷം നമ്മളിവിടെ കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ്. കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് വെയർ. ഓക്കെ, വെയർ എന്ന കമാൻഡ് യൂസ് ചെയ്ത് ഞാനിപ്പോൾ ഇവിടെ വ്യൂസ് എത്ര കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വ്യൂസ് ഒരു നമ്പർ ഞാൻ എൻ്റർ ചെയ്യും. അതനുസരിച്ചുള്ള അതിന് താഴേക്കുള്ള അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള അല്ലെങ്കിൽ അതിന് ഈക്വലായിട്ടുള്ള വ്യൂവേഴ്സ് ഏത് വീഡിയോസിനാണ് കിട്ടിയിട്ടുള്ളതെന്നുള്ളത് അതിൻ്റെ ടൈറ്റിൽ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, സോ ഞാനിപ്പോൾ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽസ് കൊടുക്കുകയാണ്. അതായത് 300 വ്യൂവേഴ്സിന് താഴെയോ അല്ലെങ്കിൽ അതിന് ഈക്വലോ ആയിട്ടുള്ള വീഡിയോസിൻ്റെ ടൈറ്റിൽ എനിക്കിവിടെ ഡിസ്പ്ലേ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് സെലക്ട് ടൈറ്റിൽ ഫ്രം വീഡിയോസ് വെയർ. ഓക്കെ, കണ്ടീഷൻ കൊടുക്കുന്നു വ്യൂസ്, അതായത് വ്യൂസ് എന്ന് പറയുന്ന ആ ഒരു കോളം ലെസ് ദാൻ ഓർ ഈക്വൽസ് 300. ഓക്കെ, 300-ന് താഴെയോ അല്ലെങ്കിൽ അതിന് ഈക്വലോ ആയിട്ടുള്ള വ്യൂസ് കിട്ടിയിട്ടുള്ള വീഡിയോസിൻ്റെ ടൈറ്റിൽ എനിക്കിവിടെ ഡിസ്പ്ലേ ചെയ്യണം. സോ എൻ്റർ അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഫസ്റ്റ് ഹാക്കിംഗ് ഇൻറ്റു വിൻഡോസ് മെഷീൻ എന്ന് പറയുന്നത് 300-ന് താഴെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ വ്യൂസ്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും 231 വ്യൂസാണ് അതിന് കിട്ടിയിട്ടുള്ളത്. രണ്ടാമത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രിവിലേജ് എസ്കലേഷനാണ്, അതിന് 100 സംതിങ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് കണ്ടീഷൻ ബേസ്ഡ് ആയിട്ട് നമുക്ക് ഡാറ്റാസ് റിട്രീവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, സെലക്ട് ടൈറ്റിൽ ഫ്രം വീഡിയോസ് വെയർ എന്താണ് വ്യൂസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽസ് 300. ഓക്കെ, 300-ന് മുകളിലുള്ള വ്യൂസ് കിട്ടിയിട്ടുള്ള വീഡിയോസിൻ്റെ ടൈറ്റിലാണ് നമുക്കിവിടെ റിട്രീവ് ചെയ്യേണ്ടത്. സോ ആ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കലി ഓൺ ആൻഡ്രോയിഡ് എന്ന ഒരു വീഡിയോയ്ക്കാണ് 300-ന് മുകളിൽ വ്യൂവേഴ്സ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും SQLനെ കുറിച്ചൊരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോകുന്നത് ഒരു റിയൽ വേൾഡ് എക്സാമ്പിളിലേക്കാണ്. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എംപ്ലോയി എന്ന ഒരു ടേബിൾ വെച്ചിട്ടാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അതായത് ഒരു കമ്പനിയിലെ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഒരു റിയൽ വേൾഡിൽ നമ്മൾ എങ്ങനെയാണ് SQL യൂസ് ചെയ്യുക എന്നുള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എംപ്ലോയി എന്ന ഒരു ടേബിളിലേക്കുള്ള ഡാറ്റാസ് റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുമ്പേ വീഡിയോസ് എന്ന ടേബിളിൽ ചെയ്തതുപോലെ തന്നെ സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി എന്ന് കൊടുക്കുക, എൻ്റർ അടിക്കുക. ഓക്കെ, എൻ്റർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടേബിൾ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. സോ ഇതിനകത്തിൽ എംപ്ലോയി ID ഉണ്ട്, നെയിം ഉണ്ട്, അതുപോലെ തന്നെ ഡെസിഗ്നേഷൻ ഉണ്ട്, പിന്നെ അവർക്കുള്ള ബേസിക് സാലറി ഉണ്ട്. ഓക്കെ, ബേസിക് പേ ഉണ്ട്. സോ ഈ ഒരു ടേബിൾ വെച്ചിട്ടാണ് നമുക്കിനി ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഒരു ടേബിളിലുള്ള എല്ലാ എംപ്ലോയീസിൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെന്നായിരുന്നു. സോ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി എന്ന കമാൻഡാണ്. ഓക്കെ, അടുത്ത ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഈ എംപ്ലോയീസിൻ്റെ ബേസിക് സാലറി അസെൻഡിങ് ഓർഡറിൽ കാണിച്ചുകൊണ്ട് ഡീറ്റെയിൽസ് റിട്രീവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കമാൻഡ് വരുന്നത് സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയീസ്. ഓക്കെ, എന്താണ് നമ്മുടെ എംപ്ലോയി എന്ന ഒരു ടേബിളിനകത്തു നിന്നുള്ള എല്ലാ ഡീറ്റെയിൽസും സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ കണ്ടീഷൻ കൊടുക്കുകയാണ് ഓർഡർ ബൈ. ഓക്കെ, ഓർഡർ ബൈ എന്ന ഒരു കണ്ടീഷനിലാണ് നമുക്ക് അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ സെറ്റ് ചെയ്യാൻ സാധിക്കുക. അതിനുശേഷം എന്തിൻ്റെ ഓർഡർ ബൈ ആണ്? ബേസിക്. ഓക്കെ, ബേസിക് എന്ന ഒരു കോളത്തിൻ്റെ ഓർഡറിലാണ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഓർഡർ ബൈ എന്ന ഒരു കണ്ടീഷൻ്റെ ഡീഫോൾട്ട് വാല്യൂ അസെൻഡിങ് ഓർഡർ ആയതുകൊണ്ട് തന്നെ അത് ഓട്ടോമാറ്റിക്കലി അസെൻഡിങ് ഓർഡറിൽ അത് ഡിസ്പ്ലേ ചെയ്തോളും. ഓക്കെ, നമുക്കിനി ഡിസെൻഡിങ് ഓർഡറിലാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഓർഡർ ബൈ ഡിസെൻഡിങ് അല്ലെങ്കിൽ ഡെസ്ക് എന്ന് കൊടുക്കുക, DESC. ഓക്കെ, ഈ ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഡിസെൻഡിങ് ഓർഡറിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. അതായത് നമ്മുടെ ഈ ഒരു ടേബിളിൽ നിന്ന് നെയിമും ഡെസിഗ്നേഷനും സെലക്ട് ചെയ്യണം. ഓക്കെ, എന്തിൻ്റെ ബേസിലാണ്? ഹൂസ് നെയിം സ്റ്റാർട്ട് വിത്ത് ലെറ്റർ A. ഓക്കെ, A എന്ന ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പേരുള്ള എംപ്ലോയീസിൻ്റെ മാത്രം നെയിമും ഡെസിഗ്നേഷനും നമുക്ക് സെലക്ട് ചെയ്യണം. സോ അതിനായിട്ട് നമുക്ക് ഇവിടെ കണ്ടീഷൻ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കമാൻഡ് എന്ന് പറയുന്നത് സെലക്ട് നെയിം ഡെസിക്. ഓക്കെ, ആ ഒരു നെയിം എന്ന് പറയുന്നതും ഡെസിക് എന്ന് പറയുന്ന ആ രണ്ട് കോളമാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ഫ്രം എംപ്ലോയി എന്ന ടേബിൾ. ഓക്കെ, അതിനുശേഷം കണ്ടീഷൻ കൊടുക്കുക വെയർ എന്തിൻ്റെ ബേസിലാണ്? നെയിം അല്ലേ? സോ അപ്പം നെയിം എന്ന് കൊടുക്കുക, വെയർ നെയിം ഈക്വൽസ് ഇല്ല, അവിടെ ലൈക്ക് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, നെയിം ലൈക്ക് സ്പേസ് നിങ്ങൾ സിംഗിൾ കോട്ട്സിൽ A
പെർസെൻറ്റേജ് എന്ന് കൊടുക്കുക. ഓക്കെ, ഒന്നുകൂടെ പറയാം. സെലക്ട് നെയിം ഡെസിക് ഫ്രം എംപ്ലോയി. ഓക്കെ, നെയിം എന്ന് പറയുന്ന കോളവും അതുപോലെ തന്നെ ഡെസിക് എന്ന് പറയുന്ന കോളവും എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിൽ നിന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം കണ്ടീഷൻ വേർ നെയിം ലൈക്ക്, ഓക്കെ, ലൈക്ക് എ പെർസെൻറ്റേജ് സിംഗിൾ കോട്ട്സിനകത്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയും കൊടുക്കുമ്പം എ എന്ന് പറയുന്ന ലെറ്ററിൽ പേര് സ്റ്റാർട്ട് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ മാത്രം എന്താണ് നെയിമും ഡെസിഗ്നേഷനും അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് എ എന്ന ലെറ്റർ ഏറ്റവും ലാസ്റ്റിൽ വരുന്ന എംപ്ലോയീസിൻ്റെ നെയിമാണെന്ന് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു എ പെർസെൻറ്റേജ് എന്നുള്ളത് പെർസെൻറ്റേജ് എ എന്നാക്കുക. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. അതായത് ഈ ടേബിളിനകത്ത് കൊടുത്തിരിക്കുന്ന, ഓക്കെ, ഈ എംപ്ലോയി എന്ന് പറയുന്ന ടേബിളിനകത്ത് കൊടുത്തിരിക്കുന്ന എന്താണ് ബേസിക് സാലറി നമുക്കൊന്ന് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യണം. സോ നമുക്കിവിടെ ക്ലർക്ക് എന്ന ഒരു പോസ്റ്റിലേക്ക് വന്നിരിക്കുന്ന എംപ്ലോയിയുടെ സാലറിയാണ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ ജസ്റ്റ് സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി എന്നടിക്കുമ്പം ആ ഒരു ടേബിൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനകത്ത് ഡെസിഗ്നേഷൻ ക്ലർക്ക് എന്ന് കൊടുത്തിരിക്കുന്നിടത്ത് അരുൺ എന്ന ആളാണ് ആ ഒരു പോസ്റ്റിലുള്ളത്. സോ ആ ആളുടെ ബേസിക് സാലറി നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 25,000 ഇപ്പോൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ നമുക്കത് അപ്ഡേറ്റ് ചെയ്തിട്ട് 3000 മാറ്റണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ് അപ്ഡേറ്റ് എന്ന കമാൻഡ്. ഓക്കെ, സോ അപ്പം അപ്ഡേറ്റ് എന്ന കമാൻഡ് കൊടുക്കുക. ഏത് ടേബിളാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് സ്പെസിഫൈ ചെയ്യുക. ഓക്കെ, ഞാനിവിടെ എംപ്ലോയി എന്ന ഒരു ടേബിളാണ് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. സെറ്റ് ബേസിക്. ഓക്കെ, എന്താണ് ആ ഒരു ടേബിളിനകത്തുള്ള ഏത് കോളമാണ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോളം കൊടുക്കുക. ഓക്കെ, സെറ്റ് എന്ന കമാൻഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം തൊട്ട് പറയാം. അപ്ഡേറ്റ് എംപ്ലോയി സെറ്റ് ബേസിക്. ഓക്കെ, ബേസിക് ഈക്വൽസ് 3000 എന്ന് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇനി കണ്ടീഷൻ കൊടുക്കണം. നമുക്ക് ഏത് എന്താണ് ആർക്കാണ് ഏത് എംപ്ലോയിക്കാണ് നമുക്ക് അത് അപ്ഡേറ്റ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എന്താണ് കോളം സ്പെസിഫൈ ചെയ്യുക. സോ അത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വേർ എന്ന കണ്ടീഷൻ കമാൻഡ് കൊടുക്കുക. അതിനുശേഷം ഡെസിക്. ഓക്കെ, ഡെസിഗ്നേഷൻ എന്ന് പറയുന്ന ഒരു കോളത്തിലെ ക്ലർക്ക് എന്ന പോസ്റ്റിലുള്ള ആൾക്കാണ് ഈ ഒരു അപ്ഡേഷൻ നമുക്ക് വരുത്തേണ്ടത്. സോ ഡെസിക് ഈക്വൽസ്. ഓക്കെ, വേർ ഡെസിക് ഈക്വൽസ് നിങ്ങൾ സിംഗിൾ കോട്ട്സിൽ ക്ലർക്ക് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ട്രിങ് ലിറ്ററൽസ് ആണ്. ഓക്കെ, അപ്പം സിംഗിൾ കോട്ട്സിൽ അല്ലെങ്കിൽ ഡബിൾ കോട്ട്സിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു ഡാറ്റാബേസ് റീഡ് ചെയ്യില്ല. സോ അപ്പോൾ കമാൻഡ് ആദ്യം തൊട്ട് പറയാം. അപ്ഡേറ്റ് എംപ്ലോയി എന്ന ടേബിൾ അപ്ഡേറ്റ് ചെയ്യുക. സെറ്റ് ബേസിക്. ഓക്കെ, ബേസിക് എന്ന കോളം സെറ്റ് ചെയ്യുക. 3000 സെറ്റ് ചെയ്യുക. ഓക്കെ, വേർ നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നു. ഡെസിഗ്നേഷൻ ഈസ് ഈക്വൽ ടു ക്ലർക്ക് എന്ന ഒരു ഡെസിഗ്നേഷനിലുള്ള ആളുടെ എന്താണ് സാലറി അപ്ഡേറ്റ് ചെയ്യുക. ബേസിക് ഈസ് ഈക്വൽ ടു 3000 ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി എന്ന ഒരു കമാൻഡ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ആ ഒരു ചേഞ്ച് കാണാൻ സാധിക്കും. എന്താണ് നിങ്ങൾക്ക് അവിടെ ഫസ്റ്റുള്ള ക്ലർക്കിൻ്റെ പോസ്റ്റിലുള്ള ആൾക്ക് നേരത്തെ 25,000 ഇപ്പോൾ അത് 3000 മാറിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എസ്ക്യൂഎലിനെ കുറിച്ച് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നിങ്ങൾക്ക് എസ്ക്യൂഎലിനെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു വാട്സപ്പ് ചാനൽ കാണിക്കുന്നുണ്ട്. സോ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. നിങ്ങൾക്ക് ആ ഒരു ചാനലിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ്ക്യൂഎലിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് എസ്ക്യൂഎൽ നന്നായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനിയും വരാനിരിക്കുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.